നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്പീക്ക് എൻജി എങ്ങനെ സെറ്റാക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ടു താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Home screen 3 of 3. അപ്പോൾ നമുക്ക് സ്പീക്ക് എൻജി ഓപ്പൺ ചെയ്യാം. Camera. നമ്മൾ ആപ്പിനകത്ത് നമുക്ക് സ്പീക്ക് എൻജി കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പെർമിഷൻസൊക്കെ എല്ലാം കൊടുത്തിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോയി നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി നമുക്ക് Chrome. കണക്ട് ചെയ്യാം. അല്ലാതെ ആപ്പിനകത്ത് കയറി നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്പീക്ക് എൻജി എന്ന് പറയുന്ന ആപ്പിനകത്ത് പോയാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Phone. As screen blind. Beam RH Volt Smart Star Maker Gemma Ally Race Audio Speed and Suno Spotify Bangladesh Keyboard White Home screen 2 of 3. Kajja. Speaking. ഓക്കെ, സ്പീക്ക് എൻജി. ഇപ്പോൾ ഞാനവിടെ ഡബിൾ ടാപ്പ് ചെയ്യാൻ പോവാണ്. Speaking. ഇപ്പോൾ നമ്മൾ സ്പീക്ക് എൻജിക്ക് അകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സ്പീക്ക് എൻജി കണക്ട് ചെയ്യുമ്പോൾ, അത് പറയാം. നമ്മൾ സ്പീക്ക് എൻജി Speaking. അത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മിണ്ടാതിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. കാരണം ഞാൻ വിവോയുടെ ഫോണിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് സ്പീക്ക് എൻജി. അപ്പോൾ ആദ്യം മിണ്ടാതിരുന്നു, പിന്നെ ടോട്ട് ബാക്ക് ഓഫാക്കിയിട്ട് ഓണാക്കിയപ്പോഴാണ് വീണ്ടും അത് സ്പീക്ക് എൻജി ആയത്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കാഴ്ചയുള്ളവരുടെ സഹായമാണ് തേടാൻ. സ്റ്റക്കായി കിടക്കുവാണെങ്കിൽ ചില ഫോണിൽ പെട്ടെന്ന് വരും, ചില ഫോണിൽ കുറച്ച് ലേറ്റാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. More options button. App logo. മോർ ഓപ്ഷൻസ് കാണിക്കുന്നു, ആപ്പ് ലോഗോ കാണിക്കുന്നു. Welcome. Set default engine. Speaking is not set as default button. സെറ്റ് ഇസ് ഡിഫോൾട്ട് ബട്ടൺ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. Text to speech output. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ടെക്സ്റ്റ് സ്പീച്ച് ഔട്ട്പുട്ടിനകത്താണ് ഉള്ളത്. അപ്പോൾ സ്പീക്ക് എൻജിക്ക് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സ്പീക്ക് എൻജി ആയാലും ഏത് എൻജിനുകളായാലും നമ്മളിങ്ങനെ, ചില എൻജിനുകൾക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ വേറെ ഇതിൽ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ജീഷോ സ്ക്രീൻ റീഡറാണ്. അപ്പം ടോട്ട് ബാക്കിലായാലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് സ്പീക്ക് എൻജി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Navigate up button. Text to speech output. Search settings. സെർച്ച് സെറ്റിങ്സ് അത് വേണ്ട. Preferred engine Google text to speech engine. അപ്പോൾ ഇവിടെ കാണിച്ചത് എന്താണ് പ്രിഫേർഡ് എഞ്ചിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ പ്രിഫേർഡ് എഞ്ചിനിലാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. Preferred engine. ഓക്കെ, ഞാൻ പ്രിഫേർഡ് എഞ്ചിനിലാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളെന്താണ്, ഇനി 2-3 TTS എഞ്ചിനുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു TTS നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സ്പീക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ TTS ആയിട്ട്. Navigate up button. Preferred engine. Search setting. Google text to speech engine checked. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഗൂഗിൾ ടെക്സ്റ്റ് സ്പീച്ചാണ്. RH voice unchecked. ഓക്കെ, RH വോയിസ് കാണിക്കുന്നു. Jishuo plus unchecked. ജീഷോ പ്ലസ്. Speaking unchecked. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്ക് എൻജിനിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യാൻ പോവാണ്. Attention. ഇപ്പോൾ എന്താ പറഞ്ഞത്, അറ്റൻഷൻ. അപ്പോൾ അതിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, അത് നമുക്ക് നോക്കാം. Attention. This speech synthesis engine may be able to collect all the text that will be spoken, including personal data like passwords and credit card numbers. കണ്ടോ, It comes from the speaking engine. Enable the use of this speech synthesis engine. ഇത് കേൾക്കുന്നവർക്ക് തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഇത് സ്പീക്ക് എൻജി കണക്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ കാണാം. പക്ഷേ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ ക്യാൻസൽ ബട്ടണും ഓക്കെ ബട്ടണും കാണിക്കും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ Cancel button. കണ്ടോ, ക്യാൻസൽ ബട്ടൺ. അപ്പോൾ അതെനിക്ക് വേണ്ട, കാരണം അത് കൊടുത്താൽ സ്പീക്ക് എൻജി കണക്ട് ആവില്ല. അപ്പോൾ നമുക്ക് ഓക്കെ ബട്ടൺ കൊടുക്കാം അല്ലേ. OK button. ഓക്കെ ബട്ടൺ. ഇപ്പം ഞാൻ ഓക്കെ ബട്ടൺ കൊടുക്കാൻ പോവാണ്. Preferred engine. കേട്ടോ, ഇപ്പോൾ സ്പീക്ക് എൻജി ഓണായി വന്നതുണ്ടോ, ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്പീക്ക് എൻജി കണക്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അപ്പം
Notification shade. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് ടോട്ട് ബാക്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ജീഷോ സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ജീഷോയിലും വേറെ ഈ സ്പീക്ക് ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടും നല്ലതാണ് ഇത് സാധാ ഈ സ്പീക്ക് എഞ്ചി. കാരണം നമുക്ക് ഇതും യൂസ് ചെയ്യാം, അതും യൂസ് ചെയ്യാം. പക്ഷേ അത് ഞാൻ യൂസ് ചെയ്യത്തില്ല, കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല ഈ സ്പീക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു എൻജിൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.